ഗ്ലാഡിയേറ്റർ 2 ഡയറക്ടഡ് ബൈ റിഡ്ലി സ്കോട്ട്. സിനിമ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗംഭീര പടം, സത്യമായിട്ടും പറയുന്നത്. പക്ഷെ പലർക്കും അത് ഗ്ലാഡിയേറ്റർ 1 എന്റെ അത്ര ഇല്ലാന്ന് തോന്നാനുള്ള എന്റെ ഒരു അഭിപ്രായമാണ് ഗ്ലാഡിയേറ്റർ 1 പോലെ അല്ലെങ്കിൽ എന്റെ അത്ര ഇല്ലാന്ന് തോന്നാനുള്ള എന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാക്സിമസ് ഡെസിമസ് മെറിഡിയസ് എന്ന് പറഞ്ഞ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഗ്ലാഡിയേറ്റർ 2 ഇല്ല. അതായത് മാക്സിമസിന്റെ മകനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഇതിൽ ലൂഷ്യസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ. അറിയാലോ, ഗ്ലാഡിയേറ്റർ 1 ഏറ്റവും അവസാനം പോകുന്നുണ്ടല്ലോ, അവിടെ സ്ഥലം വിട്ട് പോകുന്നുണ്ടല്ലോ. ആ ക്യാരക്ടറാണ് ഇതിലത്തെ മെയിൻ ക്യാരക്ടർ ആയിട്ട് ഗ്ലാഡിയേറ്റർ 2 വരുന്നത്. അപ്പൊ മാക്സിമസ് പോലത്തെ ഒരു ക്യാരക്ടർ അല്ല, അത് മാക്സിമസിന്റെ മകനാണ്. അതിന് മാക്സിമസിന്റെ കുറെ ക്വാളിറ്റീസ് ഉണ്ട്. പക്ഷെ മാക്സിമസ് ആണ് വലിയൊരു ക്യാരക്ടർ ആയിട്ട് തന്നെയാണ് ഇതിന്റെ ഡയറക്ടർ ഇപ്പോഴും കാണുന്നത്. അതായത് ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പൊ വൈക്കിങ്സ് വെബ് സീരീസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റാഗ്നാർ ലോക്ക്ബ്രോക്ക് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനെക്കാളും വലിയൊരു ക്യാരക്ടർ ആയിട്ടാണ് ബിയോണ്ട് അയൺസൈഡ്, അതായത് റാഗ്നാറിന്റെ മോനി മറ്റേ റാഗ്നാറിനെക്കാളും വലിയൊരു ക്യാരക്ടർ ആയിട്ട് മാറി ആ ഒരു വെബ് സീരീസ്. അത് ഞാൻ പറഞ്ഞല്ല, അത് അതിൽ തന്നെ പറയുന്നുണ്ട്. ബിയോണ്ട് അയൺസൈഡ് ഗ്രേറ്റർ ദാൻ റാഗ്നാർന്ന് ആ വെബ് സീരീസ് തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതില് ആ ഒരു അങ്ങനത്തെ ഒരു അത്രയും വലിയൊരു ലെജൻഡറി ക്യാരക്ടറിന്റെ മേലേക്ക് വെക്കാനാണ് അവർ ശ്രമിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, ഗ്ലാഡിയേറ്റർ ഈ ഒരു സിനിമയിൽ മാക്സിമസിന്റെ അത്ര ഈ ഒരു ക്യാരക്ടർ ഇവരിതില് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അത് നല്ലതാണ്, കാരണം മാക്സിമസ് അത്രയും വലിയൊരു ക്യാരക്ടറാണ്. മകൻക്ക് അതിന്റെ അടുത്തൊരു ക്വാളിറ്റീസ് ഉണ്ട്, പക്ഷെ അച്ഛൻ്റെ അത്ര ഇല്ല. മനസ്സിലായില്ല? ചിലപ്പോൾ എനിക്ക് തോന്നുന്നത് ഗ്ലാഡിയേറ്റർ 1 പോലെ നിങ്ങൾക്ക് ഒരു ഗ്ലാഡിയേറ്റർ 2 അതിന്റെ അത്ര ഇല്ലാന്ന് ഫീൽ ചെയ്യാനുള്ള കാരണം അതേപോലത്തെ ഒരു ക്യാരക്ടർ ഇതിൽ മിസ്സിംഗ് ആണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത്ര അധികം വിഷ്യസ് ആയിട്ടുള്ള, അത്ര അധികം എന്താ പറയാ, അങ്ങനത്തെ ഒരു ക്യാരക്ടർ ഗ്ലാഡിയേറ്റർ 2 ഇല്ല. അപ്പൊ ആ ഒരു എലമെന്റ് മാത്രമേ ഇല്ലായുള്ളൂ. ബാക്കിയൊക്കെ ഗ്ലാഡിയേറ്റർ എന്തുകൊണ്ടും ഗ്ലാഡിയേറ്റർ 1 സീക്വൽ ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് തിയേറ്റർ എക്സ്പീരിയൻസോട് കൂടി കാണാൻ പറ്റിയ ഒരു ഗംഭീര പടം തന്നെയാണ് ഗ്ലാഡിയേറ്റർ 2 എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ഗ്ലാഡിയേറ്റർ സിനിമന്റെ ഒരു പ്രത്യേകത, അതായത് ഒന്നാം ഭാഗത്തിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ ആവശ്യത്തിനാണ്. മനസ്സിലായില്ല? ഒക്കെ നല്ല ആവശ്യത്തിനാണ്. അതെ, പിന്നെ ഇമോഷൻസ് ആവശ്യത്തിനാണ്, റൊമാൻസ് ആവശ്യത്തിനാണ്. അതേപോലെ തന്നെ ഈ ഒരു സിനിമയിൽ എല്ലാതും ആവശ്യത്തിനാണ്. പിന്നെ ഇതിൽ കുറെ സിംഗിൾ കോമ്പാക്ട് ഫൈറ്റ് ഇതിൽ ഗ്ലാഡിയേറ്റർ 2 കൂടുതലാണ്. ഒരു 3-4 സിംഗിൾ കോമ്പാക്ട് ഫൈറ്റ് ഉണ്ട്. അതൊക്കെ ഗംഭീരാണ്. ഇതിന്റെ ആക്ഷൻ സീക്വൻസ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിടിലം സാധനങ്ങളാണ്. അത് ഇങ്ങനെ വെറുതെ കുറെ ആയിട്ട് ഇല്ലാന്നുള്ളൂ. എടുത്ത് വെച്ച ആക്ഷൻ സീക്വൻസ് ഒക്കെ കിടിലം സാധനങ്ങളാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ രോമം അങ്ങനെ നീച്ച് നിൽക്കുന്ന ചില ഡയലോഗുകളും ഈ ഒരു സിനിമയിലുണ്ട് ഗ്ലാഡിയേറ്റർ 1 പോലെ തന്നെ. അപ്പൊ ഗ്ലാഡിയേറ്റർ 1 ആ മെയിൻ ക്യാരക്ടർ തിരിഞ്ഞു നിന്നിട്ട് ഐ മാക്സിമസ് ഡെസിമസ് മെറിഡിയസ് എന്ന് പറഞ്ഞ തുടങ്ങുന്ന ഡയലോഗ് ഇന്ന് നമുക്ക് കേൾക്കുമ്പോൾ രോമാഞ്ചാണ്. പക്ഷെ അതേപോലത്തെ അത് അത്ര രോമാഞ്ചം എന്നുള്ളല്ലെങ്കിലും അതേപോലത്തെ സാധനങ്ങൾ, ഓർത്ത് വെക്കാൻ പറ്റിയ സാധനങ്ങൾ ഗ്ലാഡിയേറ്റർ 2 ഉണ്ട്. അപ്പൊ ഈ മാക്സിമസ് എന്ന് പറഞ്ഞ ഈ ക്യാരക്ടർ ഒരു ഫൈറ്റ് തുടങ്ങുന്ന പോലെ ഇങ്ങനെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഇതിങ്ങനെ വാളിങ്ങനെ നിലത്ത് ഇങ്ങനെ കുത്തി വെച്ചിട്ട് മണ്ണെടുത്തിട്ട് ഇങ്ങനെ ആക്കണ ഒരു സീൻ ഉണ്ടായിട്ടുണ്ടോ. അപ്പൊ അതൊക്കെ ഭയങ്കര ട്രേഡ് മാർക്ക് സാധനങ്ങളായിരുന്നു. അതൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അത് ഞാൻ കുറെ കാലം മുന്നേ കണ്ടതാ. അപ്പൊ അതേപോലത്തെ സീൻ ഇതിലുണ്ട്. അതായത് ഈ ലൂഷ്യസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ മകനാണല്ലോ, മാക്സിമസിന്റെ മോനാണല്ലോ. അവനത് ഇങ്ങനെ നിലത്ത് ഇങ്ങനെ കുത്തി വെച്ചിട്ട് ഇങ്ങനെ നീച്ചിട്ട് ഇങ്ങനെ 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 മണ്ണ് ഇങ്ങനെ കയ്യെടുത്തിട്ട് ഇങ്ങനെ ആക്കുന്ന ഒരു സീൻ ഉണ്ട്. അതായത് അച്ഛൻ ചെയ്യണ പോലെ തന്നെ മോനും ചെയ്യുമ്പോൾ ഗൂസ് ബംസ്. പിന്നെ അതേപോലെ തന്നെ ചില ഡയലോഗുകൾ ഉണ്ട്. യു ബ്രോട്ട് എ ഗ്ലാഡിയേറ്റർ നോട്ട് എ സ്ലേവ് എന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ക്ലൈമാക്സിൽ രണ്ട് രാജ്യത്തുള്ള വാരിയേഴ്സിന്റെ നടുവിൽ നിന്നിട്ട് കുറച്ച് ഡയലോഗുകൾ ഉണ്ട്. അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങൾ ഇതിലുണ്ട്. പിന്നെ റൈറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് ഹോളിവുഡിൽ ഈ ഗ്ലാഡിയേറ്റർ സിനിമ തന്നെ. രണ്ട് സിനിമയിലും ഭയങ്കര റൈറ്റിംഗ് ആണ് ഇതിൽ വന്നിട്ടുള്ളത്. എന്താ ഡയലോഗുകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഭയങ്കര ഡയലോഗുകൾ ഗ്ലാഡിയേറ്റർ 1 പോലെ തന്നെ. പിന്നെ കുറച്ച് സാധനങ്ങളുണ്ട്. പിന്നെ കുറെ പറഞ്ഞു കഴിഞ്ഞാലും സ്പോയിലർ ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. മാക്സിമസ് മരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ മാക്സിമസിനുള്ള റെസ്പെക്ട് മൂലം അദ്ദേഹം ഉപയോഗിച്ചിരുന്ന വാള്, മറ്റേ ആർമർ, ഇതൊക്കെ അവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അത് ഇതിൽ ലൂഷ്യസ് ഇങ്ങനെ എടുത്തിട്ടുള്ള ഒരു സീനുണ്ട്. അപ്പൊ ഒരു കുത്ത്, അതായത് ക്ലൈമാക്സിലുള്ള ഒരു ഫൈറ്റ് ഉണ്ട്. അതിലിങ്ങനെ ഞാൻ അത് പറയാം, വെള്ളത്തിൽ പോകും. ലൂഷ്യസ് വെള്ളത്തിൽ വീഴുന്ന സമയത്ത് ലൂഷ്യസിന് കുത്തണ സമയത്ത് ഈ ആർമർ പ്രൊട്ടക്ട് ചെയ്യും. ഈ ലൂഷ്യസിനെ ആർമർ പ്രൊട്ടക്ട് ചെയ്യുന്നൊക്കെ ഒരു സീനുണ്ട്. അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റിയൊരു കുറച്ച് സാധനങ്ങൾ ഇതിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് മസ്റ്റ് വാച്ചാണ്, തിയേറ്ററിൽ മസ്റ്റ് വാച്ചാണ് പടം. ഗ്ലാഡിയേറ്റർ 1 നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഗ്ലാഡിയേറ്റർ 2 ഒരിക്കലും നിങ്ങൾക്ക് ഡിസപ്പോയിന്റ്മെന്റ് തരൂല. പക്ഷെ ഒരേ ഒരു കുഴപ്പം എന്താന്ന് പറഞ്ഞുതരാം. അത് ഒരു വെട്ടണ സീനുണ്ട്. ഒരു സിംഗിൾ കോമ്പാക്ട് ഫൈറ്റ് കഴിഞ്ഞിട്ട് ഗ്ലാഡിയേറ്റർ അറിയാലോ, അത് ആ കാലത്തുള്ള റോമൻ എംപയറിന്റെ സമയമാണ്. അപ്പൊ ആ സമയത്ത് ഇതേ സിനിമ കാണിക്കുന്നത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടിക്കൊല്ലുന്നത് കാണുന്നത് ആൾക്കാർക്ക് ഒരു വിനോദമാണ്, അത് അവർക്കൊരു സ്പോട്ടാണ്. അപ്പൊ ഇതില് ഈ ലൂഷ്യസ് ഇങ്ങനെ ഒരാളെങ്ങനെ കൊല്ലണത് അവിടെ കട്ട് ചെയ്ത് കളിയുണ്ട്. അതിന്റെ തോന്നുന്ന വയലൻസ് കാരണം കട്ട് ചെയ്താണ്. അത് എന്തിന്, ഇതിനേക്കാൾ എത്രയോ വയലൻസ് ഉള്ള സാധനങ്ങൾ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത് സെൻസർ ബോർഡ് കട്ട് ചെയ്യണതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ അത് ഭയങ്കര ബോറായി പോയി, ചെറ്റത്തരായി പോയി. ഞങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങൾ കാണാനാണ് ഗ്ലാഡിയേറ്റർ എന്നും പറഞ്ഞതിന്റെ ഉള്ളിൽ വാടക കേൾക്കാൻ പോകുന്നത്. അപ്പൊ ഉമ്മാതിരി ചെറ്റത്തരം ചെയ്യരുത് ശരിക്കും. സത്യം പറ, ഭയങ്കര ചെറ്റത്തരായി പോയി. ഇതിനേക്കാളും വലിയ വയലൻസ് വരുമ്പോൾ സെൻസർ ബോർഡിന് കൈയുണ്ടായില്ലേ കട്ട് ചെയ്ത് കളയാന്. പിന്നെ ഇതിനൊപ്പം കട്ട് ചെയ്ത് കളയുന്നതിന് ഒന്നും ഇല്ലൊരു തല എടുക്കണുള്ളൂ, അത് കട്ട് ചെയ്ത് കളഞ്ഞു. പക്ഷെ കൈ വിട്ടണോ കാല് വിട്ടണോ കാണിക്കും ചെയ്യാം. അത് എന്ത് ലോജിക്കാനത്? സിനിമ ഒരാൾ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കാണിക്കണം. ആണെങ്കിൽ എഴുതി വെക്കാം, ഇത് ഇങ്ങനെ കാണരുത്,
ഇങ്ങനത്തെ ആൾക്കാർ കാണരുത്, ഇങ്ങനത്തെ പ്രശ്നമുള്ളവർ കാണരുത് എന്നുള്ളത് ആദ്യം എഴുതി കാണിച്ചാൽ മതിയല്ലോ. ആ പറ്റത്തിൽ ഇറങ്ങി പോയിക്കോട്ടെ, ഇത് അമ്മ എനിക്ക് അങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമാണ്, അപ്പൊ അവർക്ക് എടുത്ത് മാറ്റും. ഗ്ലാഡിയേറ്റർ ആയതുകൊണ്ട് പിന്നെ നമ്മൾ ഇരുന്ന് കണ്ടതാണ്, അതായത് ഇറങ്ങി പോകുന്നുള്ളതല്ല പറഞ്ഞത്. ഗ്ലാഡിയേറ്റർ ആയതുകൊണ്ടാണ് ഇത് ആ ഒരു അങ്ങനത്തെ സാധനങ്ങളൊന്നും ഒരു നെഗറ്റീവായിട്ട് ഈ സിനിമനെ ബാധിക്കാതെ പോയത്, സത്യം പറയണം, അല്ലെങ്കിൽ മൂഞ്ചിന്ന്. പിന്നെ അതേപോലെ തന്നെ ഈ ഒരു സിനിമയിൽ ഉള്ള മ്യൂസിക് അതെന്താ പറയുക, അത് ഈ പഴയ കാലത്തുള്ള സമയം നമ്മളങ്ങോട്ട് കൊണ്ടുപോകണം. ഒന്നാമത് സിനിമന്റെ സ്റ്റാർട്ടിങ് തന്നെ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഒരു ആനിമേഷൻ രൂപത്തിൽ ഇങ്ങനെ കാണിച്ചിട്ട്, ഇങ്ങനെ ആനിമേഷൻ അല്ല, ഇങ്ങനെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പഴയ സിനിമയുടെ ക്ലിപ്സ് ഒക്കെ വെച്ചിട്ട്, അതായത് ഗ്ലാഡിയേറ്റർ 1 കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ആ സിനിമന്റെ അകത്ത് കയറി. പിന്നെ ഒരു ജേർണിയിലാണ് നമ്മൾ സിനിമ കഴിയുന്ന വരെ. എനിക്ക് സിനിമ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരു റൈഡ് കഴിഞ്ഞ പോലെയൊക്കെ ഫീൽ ചെയ്ത്. പിന്നെ കുറച്ചൊരു സ്ലോ പേസ് ആണ്. ഗ്ലാഡിയേറ്റർ 1 വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് സ്ലോയിലാണ് സിനിമ പോകുന്നത്. പക്ഷെ ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ 2.5 മണിക്കൂർ 100% എൻഗേജിങ് ആണ്. പക്ഷെ ഇങ്ങനെ ഗ്ലാഡിയേറ്റർ 1 കുറച്ചും കൂടി സ്പീഡിൽ കഥ പറഞ്ഞ് പോയിട്ടുണ്ട്. പക്ഷെ ഗ്ലാഡിയേറ്റർ 2 അത്ര തന്നെ സ്പീഡ് ഇല്ല. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് ഗ്ലാഡിയേറ്റർ 1 ഇഷ്ടപ്പെട്ടിട്ടുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാം, നിങ്ങളെ ഈ സിനിമ ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യില്ല. ഭയങ്കര ഡെപ്തിലുള്ള ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്, നല്ല ഗംഭീര റൈറ്റിംഗ് ആണ്. ഗ്ലാഡിയേറ്റർ 1 പോലെ തന്നെ ഇതിലെന്താ പറയാ, നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ ഈ ഒരു സിനിമയിലുണ്ട്. പിന്നെ ഇതില് മാക്സിമസിന്റെ മകനായിട്ട് അഭിനയിച്ച ഈ ചെക്കന് പേര് ഞങ്ങൾക്ക് നോക്കാൻ വേണ്ടി പറ്റിയില്ല. ഗംഭീരം എന്ന് വെച്ചാൽ അതിഗംഭീര പെർഫോമൻസ്. കാരണം അദ്ദേഹം എന്ന് പറഞ്ഞാൽ കുറച്ചൊന്ന് പ്രഷർ അവൽ അനുഭവിച്ചിട്ടുണ്ടാവും. കാരണം അങ്ങനെ ഒരാൾ ഒരു മാക്സിമസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഒരു ആക്ടർ വന്നിട്ട് അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ മകനായിട്ട് വരുമ്പോൾ ആ ഷൂസ് ഫില്ല് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രഷർ ഭയങ്കരമാണ്. പക്ഷെ ഇതില് നമുക്ക് എങ്ങനെ നോക്കിയാലും അത് മാക്സിമസിന്റെ സാധനം തന്നെ, മാക്സിമസിന്റെ മോൻ തന്നെ എന്നുള്ള ഒരു ഫീല് നമുക്ക് ഒരു സിനിമയിൽ ഒട്ടനീളം കിട്ടും. പിന്നെ അതേപോലെ തന്നെ ഇതിന്റെ ആർട്ട് ചെയ്തു വെച്ചിട്ടുള്ള രീതി ഗ്ലാഡിയേറ്റർ 1 പോലെ തന്നെ, പക്ഷെ അതിനെക്കാളും പെർഫെക്റ്റ് ആണ്. കാരണം അന്ന് ഇത്രത്തോളം ടെക്നോളജി വളർന്നിട്ടില്ല. പക്ഷെ അന്ന് അത് അവർ പുള്ളി ഇന്നും. അപ്പൊ ഇന്ന് വരുമ്പോൾ എന്തായാലും മിസ്റ്റേക്ക് വരില്ലല്ലോ. ശരിക്കും നമ്മൾ ആ കാലഘട്ടത്തിൽ നമ്മൾ ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഒരു ഫീൽ ഈ സിനിമയിൽ ഒട്ടനീളം കിട്ടും. അത്രക്ക് പെർഫെക്ഷൻ ആണ്. ഇതിന്റെ ടെക്നിക്കൽ വശങ്ങളൊന്നും പറയാനില്ല, ഗംഭീര സാധനങ്ങൾ. അത് നമുക്ക് ഒരൊറ്റ സെക്കൻഡ് പോലും എവിടെ നിങ്ങൾക്ക് ഒരു മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി സാധിക്കൂല. സത്യം പറയാം, അമ്മ അതിന്റെ ആർട്ട് നമുക്ക് ഒരു സമയത്ത് പോലും നമുക്ക് എവിടെ ഒന്ന് നമ്മൾ ശരിക്കും ഒരു 300 അല്ലെങ്കിൽ ആ റോമൻ എംപയറിന്റെ ഒരു സമയത്ത് നമ്മൾ ജീവിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ഈ ഒരു സിനിമയിൽ ഒട്ടനീളം എനിക്ക് പേഴ്സണലി കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഗ്ലാഡിയേറ്റർ 1 പോലെ തന്നെ അതിന്റെ ഒപ്പം എടുത്ത് വെക്കാൻ പറ്റിയ ഒരു പടം തന്നെയാണ് ഗ്ലാഡിയേറ്റർ 2. പക്ഷെ മാക്സിമസ് പോലത്തെ ഒരു ക്യാരക്ടർ അല്ല ഇതില്. മാക്സിമസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലെജൻഡറി ക്യാരക്ടറാണ്, മനസ്സിലായില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ലെജൻഡറി ക്യാരക്ടർ ആയിട്ട് ചിലപ്പോൾ ഗ്ലാഡിയേറ്റർ 3 or 4 ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൂഷ്യസ് എന്ന് പറഞ്ഞ ക്യാരക്ടർ അങ്ങനെ ആയി മാറുമായിരിക്കാം. പക്ഷെ ഗ്ലാഡിയേറ്റർ 2 വരെയാണല്ലോ ഇപ്പൊ ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ മാക്സിമസിന്റെ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അല്ല. മാക്സിമസിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്, പക്ഷെ മാക്സിമസിന്റെ അത്ര ഇല്ല ഈ ക്യാരക്ടർ. അത് ഇവര് മനഃപൂർവ്വം മേക്ക് ചെയ്ത് വെച്ചതാണ്, അല്ലെ ഇവർക്ക് ചെയ്യാൻ പറ്റാത്തോണ്ടല്ല, മനസ്സിലായില്ല. അത് മാക്സിമസ് ആണ് വലിയ ക്യാരക്ടർ, മനസ്സിലായില്ല. അതിന്റെ ഒരു മകന് അതിന്റെ എല്ലാ ക്വാളിറ്റീസ് ഉള്ള ഒരു മകന്. പക്ഷെ മാക്സിമസിന്റെ അത്ര അച്ചീവ്മെന്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ അത്ര വിഷ്യസ് ആയിട്ടുള്ള ഒരാളോ അല്ല മകന് വേറൊരു തരത്തിലാണ്. ഇതൊക്കെയാണ് മാക്സിമസ് എന്താണോ അതൊക്കെ തന്നെയാണ് മകനും. പക്ഷെ എന്തുകൊണ്ടൊക്കെ മാക്സിമസ് തന്നെയാണ് ഒരു വലിയ ക്യാരക്ടറിന് ഫീൽ തരുന്ന രീതി തന്നെയാണ് ഗ്ലാഡിയേറ്റർ 2 പോയിട്ടുള്ളത്. എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഈ സിനിമ ഒരിക്കലും ഡിസപ്പോയിന്റ് ചെയ്യൂല, മനസ്സിലായില്ല. പിന്നെ എന്താ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ആവശ്യത്തിന് ഇങ്ങനെ കയറ്റി കൊണ്ടുപോകണം. അല്ലാതെ തങ്കോ എന്ന് പറഞ്ഞിങ്ങനെ ചീർന്നൊന്നുമില്ല. ഇത് സാധാ പോലെ ഇങ്ങനെ മ്യൂസിക് നമ്മളെ റിയലിസ്റ്റിക് മൂഡിനനുസരിച്ച് ഇങ്ങനെ പോവാ, മനസ്സിലായില്ലേ. അങ്ങനത്തെ ഒരു പടം, നല്ല ആക്ഷൻ സീക്വൻസുകൾ, എടുത്തു വെച്ച ആക്ഷൻ സീക്വൻസുകളൊക്കെ ഗംഭീരമായിട്ട് അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഗൂസ് ബംസ് മൊമെന്റ്സ് ഉണ്ട്. ഗൂസ് ബംസ് വരുന്നത് നിങ്ങൾ ഗ്ലാഡിയേറ്റർ 1 കണ്ടിട്ടുണ്ടാവണം, അല്ലാതെ പോയിരുന്നു കണ്ടിട്ട് എന്തേ മാക്സിമസ് എന്ന് ചോദിക്കരുത്. ഗ്ലാഡിയേറ്റർ 1 കണ്ടിട്ടുള്ള വ്യക്തികൾക്ക്, അത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഗ്ലാഡിയേറ്റർ 2 ഒരുപാട് ഗൂസ് ബംസ് മൊമെന്റ്സ് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ സിനിമ ഡെഫിനറ്റ് ഇതുവരെ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഡെഫിനറ്റ് ഈ ഒരു മൂവി കണ്ടിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. സൈനിങ് ഔട്ട്.